അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ നിയമനിർമ്മാണത്തിൽ മുൻ നിലപാടിൽ നിന്ന് പിൻവലിഞ്ഞ സർക്കാർ നിയമനിർമ്മാണം സജീവ പരിഗണനയിൽ എന്നാണ് സർക്കാർ പറയുന്നത്. സജീവ പരിഗണന എന്നത് എത്ര കാലത്തേക്കാണ് ചോദിച്ച ഹൈക്കോടതി കൃത്യമായ സമയപരിധി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശവും നൽകി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഏതോ കാലത്ത് കൺസീവ് ചെയ്യപ്പെടുകയും ഏതോ കാലത്ത് ആലോചന ഉണ്ടാവും, ഏതോ കാലത്ത് ബില്ലൊക്കെ ആവുകയും ചെയ്ത ഒന്ന് ഇപ്പോഴും അങ്ങനെ നാളെ നീള എന്ന മട്ടിൽ നീണ്ടുപോവുകയാണ്. കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ സർക്കാരിനത് കോടതി പറയാനും പറ്റത്തില്ല. അപ്പോൾ വിഷ്ണു, കോടതിയുടെ ചോദ്യം എന്തായിരുന്നു, സർക്കാരിൻ്റെ മറുപടി എന്താണ് വിഷ്ണു? ഹാഷ്മി, കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ ഈ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ കോടതിയെ അറിയിച്ചത് ഇത്തരത്തിൽ നയപരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നതിനാൽ നിയമനിർമ്മാണം ഇല്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. പക്ഷേ കോടതി അതുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു മറുപടി സത്യവാങ്മൂലം വിശദമായ കാര്യം വ്യക്തമാക്കി മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. അതിന്മേലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. നിയമനിർമ്മാണം സജീവ പരിഗണനയിലാണ്. 2019 ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനെയൊക്കെ നിയോഗിച്ചിരുന്നു. അതുകൊണ്ട് അവർ നൽകിയ നിർദ്ദേശങ്ങളൊക്കെ തങ്ങൾക്ക് മുൻപിലുണ്ട് എന്ന കോടതിയോട് സർക്കാർ പറയുകയായിരുന്നു. അതായത് നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കോടതി ചോദിച്ചത് എത്ര കാലം വരെ ഈ സജീവ പരിഗണന നീണ്ടുപോകുമെന്ന് കോടതി ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും എത്ര കാലം ഇതിന് വേണമെന്നുള്ള കാര്യങ്ങളും അടിയന്തരമായി കോടതിയെ അറിയിക്കാനാണ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേസ് അടുത്ത തവണ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ മറുപടി സംസ്ഥാന സർക്കാർ നൽകും. യുക്തിവാദി സംഘമാണ് ഇത്തരത്തിൽ മന്ത്രവാദത്തിനെതിരെ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹാഷ്മി.